കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിലാണ് ടോബി ഉള്ളത്. ടോബി, ഗുഡ് മോർണിംഗ്. പറയൂ, അവിടെ എന്താ നടക്കുന്നത്? ഗുഡ് മോർണിംഗ് എസ്കേൻ. ഒരു രക്ഷയുമില്ല. കാരണം കുട്ടികളൊക്കെ ഒരു അരമണിക്കൂറായിട്ട് അവരുടെ അമ്മമാരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. അതിൻ്റെ ഒരു വിഷമവും കരച്ചിലും എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചില താരങ്ങൾ എഴുന്നേറ്റ് ഓടാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ടീച്ചർമാർ പിടിച്ചവരെ കൊണ്ടുവന്ന് സീറ്റിൽ ഇരുത്തിയിട്ടുണ്ട്. എന്തായാലും എല്ലാ കണ്ണുകളും നിറഞ്ഞിരിക്കുകയാണ്. ആദ്യമായിട്ട് സ്കൂളിലേക്ക് എത്തിയതിൻ്റെ സന്തോഷം ചില ആളുകൾക്കുണ്ടെങ്കിലും പക്ഷേ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഈ സ്കൂളിൻ്റെ പുറത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നതുകൊണ്ട് വലിയ കരച്ചിലാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ടീച്ചർമാരും മിഠായി കൊടുക്കുകയാണ് കുട്ടികൾക്ക്. ഓരോ കുട്ടികൾക്കും മിഠായി കൊടുക്കുന്നു, അതുപോലെ കളിക്കാൻ ബോളുകൾ കൊടുക്കുന്നു. ആ കരച്ചിലൊന്ന് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എന്നാലും വലിയ വായിൽ കരയുന്ന കുട്ടികൾ വരെ നമുക്കിവിടെയുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകളുണ്ട്, നമുക്ക് അവരോട് ഒരു മിടുക്കൻ ഇവിടെയുണ്ട്. അവൻ പാട്ട് പാടാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. കുട്ടാ, ഒരു പാട്ട് പാടിക്കണം. സൂപ്പർ പാട്ടാ. ഇതാരാ പഠിപ്പിച്ചേ? ആണല്ലേ. സ്കൂളിൽ വന്നപ്പോ എങ്ങനെയുണ്ട്? കൂട്ടുകാരൊക്കെ കിട്ടിയോ? സന്തോഷം ഉണ്ടോ? കരച്ചിലൊക്കെ മാറിയോ? ഓക്കെ, അടിപൊളി കേട്ടോ. ഇതാണ് SKN ഓരോ കാഴ്ചകൾ. നമുക്ക് ഇവിടെയുള്ള ഈ കോട്ടയത്തൊക്കെയുള്ള മിക്ക സ്കൂളുകളിലും നമുക്കറിയാവുന്ന പറയുന്ന പ്രവേശനം. ഓക്കെ, താങ്ക് യു ടോബി. ഇനി കൽപ്പറ്റയിലേക്ക്, വയനാട് കൽപ്പറ്റയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേർന്നു. HIM UP സ്കൂളിലാണ് ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്തുള്ളത്. സുർജിത്ത്, പറയൂ വിശദാംശങ്ങൾ. SKN HIM UP സ്കൂൾ കൽപ്പറ്റ നഗരത്തിലൊരു സ്കൂളാണ്. ആ സ്കൂളിലാണ് ഞാനുള്ളത്. കുരുന്നുകളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു. 10 മണിയോട് കൂടിയാണ് ഈ സ്കൂളിൽ ചടങ്ങുകൾ തുടങ്ങുന്നത്. അവിടെ കുട്ടികൾ ഇതെല്ലാം തന്നെ 1ാം ക്ലാസ്സാണ്. ആർക്കും അത്ര ഒരു സങ്കോചമൊന്നും കാണുന്നില്ല. എല്ലാവരും വളരെ സന്തോഷമായി തന്നെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വിശിഷ്ടാതിഥികൾ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. ഇതിനു ശേഷമാണ് ചടങ്ങുകൾ തുടങ്ങുക. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചിത്രശലഭം എന്നുള്ള തീമിലാണ് ഇക്കുറി ഈ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. പൂക്കളും ചിത്രശലഭങ്ങളും വെച്ചുകൊണ്ടാണ് ഈ കുട്ടികളെ സ്വാഗതം ചെയ്യുന്നത്. ആ കാഴ്ചയാണ്, അതിൻ്റെ തയ്യാറെടുപ്പാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 10 മണിയോടുകൂടി ചടങ്ങുകൾ തുടങ്ങും. ഇതിൻ്റെ ഒരു കേന്ദ്രീകൃതമായ, അതായത് ജില്ലാതല ഉദ്ഘാടനം നടക്കുന്നത് തൃശ്ശിലേരി ഗവൺമെൻറ് സ്കൂളിലാണ്. തൃശ്ശിലേരി ഗവൺമെൻറ് സ്കൂളിൽ ജില്ലാ കളക്ടർ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ OR കേളു MLA, ഷംസാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ വർണ്ണാഭമായ രീതിയിൽ ഈ സ്കൂളിൽ മാത്രമല്ല മറ്റു വിദ്യാലയങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ വാദ്യഘോഷങ്ങളുടെയും മറ്റും അകമ്പടിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവേശനോത്സവ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. ഈ 1ാം ക്ലാസ്സിലെ കുട്ടികൾ, ഇവിടെ 300ഓളം കുട്ടികൾ ആണ് ഇവിടെ ഈ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമാകുന്നത്. എന്തായാലും 10 മണിയോടുകൂടി തന്നെ ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കും. അതിൻ്റെ ഒരുക്കങ്ങൾ എല്ലാം തന്നെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. എന്തായാലും ഇവിടേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുകയാണ്. വിശിഷ്ടാതിഥികളെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സങ്കോചത്തിൻ്റെ പ്രശ്നം കാണുന്നേ ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും വളരെ തെളിമയോടെ, ചിരിയോടെ തന്നെ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമാവുകയാണ്. SKN. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.